അനിയൻ്റെ ഭാര്യയെ മറ്റൊരു രീതിയിൽ ഞാനൊരിക്കൽ പോലും ശ്രദ്ധിച്ചിട്ടുമില്ല, സംസാരിച്ചിട്ടുമില്ല. എങ്കിൽ പോലും എൻ്റെ ഉള്ളിലും അവളോട് വല്ലാത്തൊരാഗ്രഹം തോന്നിപ്പോയി. അതിൻ്റെ പ്രധാന കാരണം എൻ്റെ അനിയൻ അവൾക്ക് കാര്യമായി തന്നെ ഒന്നും കൊടുക്കാത്തത് തന്നെയാണ് കേട്ടോ. എന്തായാലും എനിക്ക് ആ നല്ലൊരു കച്ചവടം തന്നെയായിരുന്നു. ഇതൊക്കെ വല്ലാണ്ട് ആഗ്രഹിച്ചിരുന്ന എനിക്ക് വീട്ടിൽ തന്നെ പുറത്തെങ്ങും തേടിപ്പോകാതെ എല്ലാം കിട്ടി തുടങ്ങി. ഇനി കാര്യങ്ങൾ വിശദമായി തന്നെ നിങ്ങളോട് ഞാൻ പറയാം. അച്ഛനും അമ്മയും അനിയനും അടങ്ങുന്ന ഒരു കൊച്ചു കുടുംബമാണ് എൻ്റേത്. എനിക്കിപ്പോൾ 24 വയസ്സ്, അനിയന് 21. കഴിഞ്ഞ മാസം മുതൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്. എൻ്റെ അനിയൻ ഡിഗ്രി ലാസ്റ്റ് ഇയർ പഠിക്കുന്ന സമയത്താണ് ഒരു പെൺകുട്ടിയുമായി ഇഷ്ടത്തിലാവുന്നത്. അവളാവട്ടെ അത്യാവശ്യം നല്ല കാശുള്ള വീട്ടിലെ കുട്ടിയായതുകൊണ്ട് തന്നെ അവരുടെ വീട്ടുകാർ ഇവരുടെ ഇഷ്ടത്തിനെതിരായിരുന്നു. എങ്കിലും എൻ്റെ വീട്ടിൽ സപ്പോർട്ടായതുകൊണ്ട് തന്നെ ഇവൻ 21 വയസ്സായപ്പോൾ അവളെ വിളിച്ചുകൊണ്ട് വന്നു. ആദ്യമൊക്കെ അവൾ ഭയങ്കര ഇഷ്ടത്തിലായിരുന്നു. പക്ഷേ ഏകദേശം 1 മാസമായപ്പോഴേക്കും അവിടെ തമ്മിൽ ചെറിയ വഴക്കൊക്കെ തുടങ്ങി. അതും പകലൊന്നുമല്ല, രാത്രിയിലാണ് കൂടുതലും കേൾക്കാറ്. ആദ്യമൊന്നും എന്താണ് കാര്യമെന്ന് എനിക്കോ വീട്ടുകാർക്കോ അറിയില്ലായിരുന്നു. അത് കഴിഞ്ഞൊരു ദിവസം അവൾ കൂട്ടുകാരെ വിളിച്ച് പറയുന്നത് ഞാൻ കേട്ടു. അവൾ സാധാരണ ആരുമായും അങ്ങനെ ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് പോകാറില്ലെന്ന്. പക്ഷേ ഇവളോടെന്തോ അത്രയ്ക്ക് ഇഷ്ടമായത് കൊണ്ടാണ് ഇറങ്ങിപ്പോകുന്നത്. പക്ഷെ വന്നു കഴിഞ്ഞപ്പോൾ അവളുടെ പഴയ കാമുകൻ കൊടുത്തിരുന്നത് പോലെ ഒന്നും തന്നെ കാര്യമായി കിട്ടുന്നില്ല എന്നാണ് പരാതി. ഇന്നലെ അവനോട് അതിനെക്കുറിച്ച് വന്നപ്പോൾ അവൻ വല്ലാതെ ദേഷ്യപ്പെട്ടു എന്നൊക്കെ അവൾ കൂട്ടുകാരോട് പറഞ്ഞു. എനിക്കപ്പോൾ തന്നെ ഇവളുടെ ഏകദേശം സ്വഭാവം പിടി കിട്ടി. പലരിൽ നിന്നും എല്ലാം തന്നെ കിട്ടിക്കൊണ്ടുന്ന ഒരാളായിരുന്നു ഇവൾ. അത് അവളുടെ മാറകൾ കണ്ടാൽ തന്നെ അറിയാം. സാധാരണ പ്രണയിക്കുന്നവർക്കുള്ള ആ ഒരു പെണ്ണിനേക്കാൾ നല്ല മുഴുത്തതാണവ. പഴയ കാമുകന്മാർ വലിപ്പം കൂട്ടിക്കൊടുത്ത് തന്നെയാവണം. അവൾ എന്തായാലും കൂട്ടുകാരോട് പറയുകയാണ്, എന്തായാലും എനിക്ക് ഒരാൾ പോരാ, എങ്ങനെയെങ്കിലും മറ്റൊരാളെ കണ്ടുപിടിച്ചേ പറ്റൂ, അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങളൊന്നും നടക്കില്ല എന്ന്. അതിനുശേഷമുള്ള അവളുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി അവളുടെ കൂട്ടുകാരി ഉപദേശിക്കുന്നുണ്ട് അതൊന്നും ശരിയല്ല എന്ന്. പക്ഷേ ഇവൻ അതൊക്കെ വേണമെന്ന് തന്നെ പറയുന്നു. അപ്പോഴാണ് എൻ്റെ മനസ്സിൽ ഒരു ഐഡിയ കിട്ടിയത്. ഇവൾക്ക് നല്ല താല്പര്യമുണ്ട്. ഒരുപക്ഷെ ഞാനെന്ന് ശ്രമിച്ചാൽ എനിക്കും കിട്ടിയാലോ. ഒന്നുമല്ലെങ്കിലും കല്യാണം കഴിക്കാതെ ഇതെല്ലാം ആഗ്രഹിച്ച പുറഞ്ഞ നിൽക്കുന്ന ഒരാൾ തന്നെയാണല്ലോ ഞാനും. അതിനുശേഷം ഞാൻ അവളോട് കൂടുതലായി മിണ്ടാൻ തുടങ്ങി, പ്രത്യേകിച്ച് അനിയൻ വീട്ടിലില്ലാത്ത സമയത്തൊക്കെ. അങ്ങനെ പതിയെ പതിയെ അവൾ അത്യാവശ്യം കൂട്ടായി എന്നോട്. അങ്ങനെ 2 ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, നീ അവൻ തമ്മിൽ എന്താ ശരിക്കും പ്രശ്നം? ഞാനതിങ്ങനെയാ ചേട്ടായോട് പറയാ. ചേട്ടായുടെ സ്വന്തം അനിയനെക്കുറിച്ച് കുറ്റം പറഞ്ഞ പോലാവില്ല. സത്യമായിട്ടുള്ള കാര്യമാണെങ്കിൽ അതൊരു കുറ്റമായി ഞാൻ എടുക്കില്ല. ധൈര്യമായിട്ട് പറയാൻ പറഞ്ഞ് ഞാൻ അവളെ നിർബന്ധിച്ചു. അങ്ങനെ ഒന്നും അറിയാത്ത വട്ടിൽ അവളുടെ വായിൽ നിന്ന് തന്നെ എല്ലാം കേൾക്കാനായിരുന്നു എൻ്റെ മനസ്സിലിരിപ്പ്. ഒടുവിൽ അവൻ പറഞ്ഞു, ഞാൻ അവന് ലൈൻ എഴുതുമ്പോൾ ഞാൻ തിയേറ്ററിലും പിന്നെ ചേട്ടായാരോടും പറയരുത്, ഞങ്ങളിടയ്ക്ക് റൂമൊക്കെ എടുത്തിട്ടുണ്ട്. റൂമൊക്കെ എടുത്ത് എന്തിനായിരുന്നു നീ ഒന്നും അറിയാത്ത പോലെ ചോദിച്ചു. റൂമെടുത്തേങ്ങൾ ലൂഡോ കളിച്ചു. ഒന്നിയുണ്ടായി ഒന്നും അറിയാത്ത പോലെ അഭിനയിക്കല്ലേ. കാര്യം എന്നാണ് നീ ഏട്ടായിക്ക് മനസ്സിലായെന്ന് എനിക്ക് എന്താ അറിയാം. എൻ്റെ വായിൽ നിന്ന് എന്നെ കേൾക്കാനുള്ള കൊതി കൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ. അവളുടെ മറുപടിയിൽ നിന്ന് എനിക്ക് മനസ്സിലായി എനിക്കും ഇതിനോട് താല്പര്യമുണ്ട് എന്നുള്ള കാര്യം അവൾക്ക് നന്നായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് അവൾ പറഞ്ഞു, അന്നത്തേതുപോലെ ഇന്ന് അവൻ എനിക്കൊന്നും തരുന്നില്ല. അവൻ പറയുന്നത് ആദ്യം ഒരു പുതുമയുണ്ടായിരുന്നു, ഇപ്പോൾ എല്ലാ ദിവസവും ഇത് തന്നെയല്ലേ. അവന് വലിയ താല്പര്യമില്ലാണ്ട് ഞാനെന്തായാലും ഒന്ന് എഴുവാനിച്ചു. എനിക്ക് അവനെ പോലെ പറ്റില്ല, മറ്റൊരാളെ ഞാൻ തപ്പിക്കൊണ്ടിരിക്കുകയാണെന്ന്. പുതിയ ആൾ വേണമെങ്കിൽ പുറത്തെങ്ങാൻ തപ്പണ്ട, വീടിനകത്ത് തന്നെ ഉണ്ടല്ലോ ചെറുതായി ഒരു ക്ലൂ ഞാൻ അങ്ങോട്ട് കൊടുത്തു. ഓഹോ, ചേട്ടയുടെ മനസ്സിലിരുപ്പ് തരുന്നല്ലേ? മനസ്സിലിരുപ്പൊന്നുമല്ല, നിന്റെ വിഷമം കണ്ടപ്പോൾ ഒരാഗ്രഹം പറഞ്ഞു എന്ന്. മനസ്സിൽ കൊതിയോടുകൂടി ഞാനൊരു മറുപടി കൊടുത്തു. അമ്പട കള്ള സന്ധ്യക്കൊട്ട എന്ന് പറഞ്ഞുകൊണ്ടവൾ എൻ്റെ കവളിൽ ഒരു നുള്ളു വന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ സീരിയസായി പറഞ്ഞാണ് ഏട്ടായി എന്ന്. ഞാനും സീരിയസാണ്. നിനക്കൊക്കെ ആണെങ്കിൽ എനിക്ക് യാതൊരു കുഴപ്പമില്ല. പ്രത്യേകിച്ച് എനിക്കെന്തോ നിന്റെ മത്തങ്ങ മാറുകൾ കാണുമ്പോൾ തന്നെ വല്ലാത്ത കൊതിയാണ്. അപ്പോഴാണ് നിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് കൂടി ഞാനറിയുന്നത്. അപ്പോൾ പിന്നെ പുറത്തുനിന്ന് ഒരാളെ നീ നോക്കണ്ട, ഞാനല്ലേ. അത് പറഞ്ഞതും അവൾ എന്നെ കണ്ണിൽ തന്നെ നോക്കി. എന്നിട്ട് എൻ്റെ അടുത്ത് വന്ന് മടിയിലിരുന്ന് എന്നെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് എന്നോട് ചോദിച്ചു, എൻ്റെ അനിയനെപ്പോലെ അവസാനം മടുത്തെന്ന് പറയുമോ? അതെങ്ങനെയാണ് കള്ളി നിന്നെപ്പോലൊരു പെണ്ണിനെ മടുക്കുന്നത്? അതിനെപ്പോലൊരു വണ്ടണ്ടല്ലേ ഞാൻ. കാരണം ഏതൊരാൾക്കും കണ്ടാൽ തന്നെ കടിച്ച് തിന്നാൻ കൊതി തോന്നും നിന്നെ. അതുകൊണ്ട് എനിക്കൊരിക്കലും നിന്നെ മടുക്കില്ല. ഇതിൻ്റെ
തുടർഭാഗം നമ്മുടെ ചാനലിൽ ഇടാം കേട്ടോ. ഉറപ്പായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, കൂടാതെ വീഡിയോ ലൈക്കും ചെയ്യണേ.